രേവതി. എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ട്രാവൽ വ്ളോഗാണ്. എൻ്റെ ഇൻട്രോ വീഡിയോ വേറെ വരും. അപ്പോൾ ഫസ്റ്റ് വ്ളോഗ് ഇടുമ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തണമല്ലോ, അപ്പോൾ അതുകൊണ്ട് പറയാണ്. ഇത് ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓഫീസിലൊരു വലിയ ഗ്യാങ് ആയിരുന്നു. അപ്പോൾ ആ ഗ്യാങ്ങിൽ നിന്ന് എല്ലാവരും റിസൈൻ ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ 2 പേര് റിസൈൻ ചെയ്തു. അതിൻ്റെ ഭാഗമായി ഞങ്ങളൊരു ഫെയർവെൽ പാർട്ടി നടത്താൻ വിചാരിച്ചു. അപ്പോൾ അത് കൊടൈക്കനാലാണ്. അപ്പോൾ ഡേ 1ൻ്റെ തുടക്കം ഇവിടെ സ്റ്റാർട്ട് ചെയ്തതൊന്നുമില്ല എൻ്റെ കയ്യിൽ. ഫ്രൈഡേ നൈറ്റ് പോയി സൺഡേ ആണ് തിരിച്ചു വന്നത്. അപ്പോൾ ഫ്രൈഡേ നൈറ്റ് പോയതിൻ്റെ ഒന്നും ഇല്ല കയ്യിൽ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു ഇൻട്രോ ആയിട്ട് പറയാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഭാഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് പോയി നമുക്ക് കണ്ടിട്ട് വന്നാലോ. നമ്മൾ പോണ വഴി ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, അവിടെ നിർത്തി ജസ്റ്റ് ഒരു വ്യൂ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറേ പേരൊന്നും ഇറങ്ങിയില്ല, ക്ഷീണിച്ചിട്ട് കിടന്നുറങ്ങാണ്. ിലെത്തിതാ റെസ്റ്റ് എടുക്കാണ്, എവിടെയോ നിർത്തിയിട്ടിട്ടുണ്ട്. ഇപ്പൊ ഊട്ടി എത്തി, ഇപ്പൊ കൊടൈക്കനാലെത്തി. കണ്ടോ, എല്ലാവരും ഇവിടെ നിരന്ന് നിൽക്കാണ്, റെസ്റ്റിംഗ് ആണ്. ഈ ചേട്ടൻ പറഞ്ഞു ഇത് അമൃതാഞ്ജനയിലാണെന്ന്. ഇത് ഇങ്ങനെ തിരുമ്മി കഴിഞ്ഞാൽ ഒന്ന് മണം വരും അമൃതാഞ്ജന. ഞങ്ങളുടെയൊക്കെ പേട്ടക്കോലം കണ്ടോ, ഒറിജിനൽ കോലം ഇതാണ്. ഞങ്ങളുടെ റെഡി ആയി കഴിഞ്ഞ് വരുമ്പോ വേറെ കോലം. ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ല നല്ല വ്യൂസ് ഉണ്ടായി, നല്ല കുഞ്ഞു കുടിലുകളും ഒക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ എത്തിയ ദിവസം തന്നെ നല്ല മഴയുമായിരുന്നു. മഴ പെയ്ത് അങ്ങോട്ട് കോടിറങ്ങി, കുറേ ഒന്നും കാണാൻ കൂടെ പറ്റുന്നില്ല. അങ്ങനെ നല്ല ഭംഗിയുള്ള വ്യൂവും ഒക്കെ ആയിട്ട് പൂണ്ടി എത്തി. കൊടൈക്കനാൽ പൂണ്ടിയിലാണ് ഞങ്ങളുടെ സ്റ്റേ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. നല്ലൊരു വ്യൂ കണ്ടോ ബാക്കിൽ. ഞങ്ങളിവിടെ എത്തി, വണ്ടിക്ക് നിർത്തി. ഇവിടെ എല്ലാവരും പുറത്തിരിക്കുകയാണ്. കുറച്ചങ്ങോട്ട് നടക്കാണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പനെ കാണാൻ നല്ല രസമല്ലേ ഇരിക്കണം ഇത് ബാക്ക്ഗ്രൗണ്ടിൽ. ചെറുതായിട്ടൊരു മഴ പൊടിയുന്നുണ്ട്. രാശ്, ഇത് അഹമ്മദ്, അത് വസീർ, അത് രാഹുൽ, അത് ശ്യാം. ആ വരുന്നത് അജ്മൽ സക്കീർ ഹുസൈൻ. ബാക്കിൽ വരുന്നത് അമീന. അപ്പൂപ്പനിരുന്ന് വട്ടാക്ക. പാവുണ്ട് മനുഷ്യൻ. ചെറിയ ഒരു മഴയും പെയ്യുന്നുണ്ട്. നല്ലൊരു ഫ്രെയിം, എനിക്ക് നല്ല ഇഷ്ടമായി. ഞാനും ആമിനി ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ നടക്കായിരുന്നു, ഓരോ വിശേഷങ്ങൾ. നല്ല വ്യൂ. ഞങ്ങളുടെ റൂമിലേക്ക് പോണ വഴിയുള്ള വ്യൂ ആണ്. തോന്നുന്നു ഞങ്ങളുടെ സ്റ്റേ ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങളുടെ ചാമ്പാവാൻ നിക്കണ കണ്ടു. ഇതാന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് വഴി തെറ്റിയതാണോന്നും ഇനി അറിയില്ല. ആ താളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിക്ക. പാവ അഹമ്മദ് എല്ലാവരുടെയും ബാഗും ചുമന്ന്. രണ്ടുപേരും കൂടെ ഇടി പിടിക്കുക അവിടെ. അപ്പൊ ആ ഒരു ഫ്രെയിം നമുക്ക് കണ്ടിട്ട് തരാം. ഇത് കണ്ടോ പോരടിക്കുക. കണ്ടോ, ബാഡ് അടിച്ചു. നല്ല മഴയാണ്, ഒന്നും കേൾക്കാൻ പോലും പറ്റില്ല. അവിടെയാണ് ചെക്കന്മാര്, ഞങ്ങളിവിടെ. അപ്പൊ ഞങ്ങള് കുളിച്ച് ഇവിടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുക. ഫുഡ് കഴിക്കണം, ഫുഡ് വന്നിട്ടില്ല. ഊട്ടിപ്പൂ തന്നെയാണോ പറയണതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഊട്ടിപ്പോയി വന്നവരെ ഊട്ടിപ്പൂ എന്ന് പറയണത് മാത്രം. അതുകൊണ്ട് ഞാനും പറഞ്ഞു ഊട്ടിപ്പൂന്ന്. ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ബിരിയാണി ആയിരുന്നു. ഫുഡ് കഴിക്കുന്ന വ്ളോഗൊന്നും എടുത്തില്ല, ഷോർട്ടൊന്നും എടുത്തില്ല. ഇതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര ഇരുട്ടാണ്. മഴ, നല്ല പൊരിഞ്ഞ മഴ. എന്തൊക്കെ കാണുന്നുണ്ടോ? നല്ല മഴ കണ്ടോ. കോട കൊണ്ടൊന്നും കാണുന്നു. ഞങ്ങളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. രാത്രിയായി, 8 മണിയാവാറായി. ഞങ്ങൾ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞു. ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ പെരക്കകത്ത് തന്നെയായിരുന്നു, എങ്ങും പോയില്ല. നാളെ വേണം ബാക്കി സ്ഥലങ്ങളൊക്കെ കറങ്ങാം. പിന്നെ ഡ്രൈവറിന് ഉറക്കം ചെയ്യുന്നുണ്ട്. ഞാൻ അമീനെ കുട്ടി. താഴെ ഞങ്ങൾ ഗ്രില്ല് ഇടാൻ പോവാണ്. ഇത് താഴത്താണ് ഗ്രില്ല് സെറ്റ് ചെയ്തേക്കണം. അപ്പം അങ്ങോട്ടേക്ക് ഇറങ്ങിയാണ്. ബാക്കി എല്ലാവരും പോയി. കുറച്ച് പേര് മാത്രം ഇവിടെ ഉണ്ട്.
അൽഫാം ഉണ്ടാക്കണ അവിടെ എത്തിയല്ലോ. ഹലോ എല്ലാരും ഹായ് പറയൂ, ഹായ് പറയൂ. ശ്യാമേ ഹായ് പറയൂ. ഇങ്ങനെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. തണുപ്പാണ്, തണുത്തിട്ട് ഇവിടെ എല്ലാവരും കാണിക്കണ കട്ടായ കാണിച്ചുതരാം. അവിടെ ഞങ്ങളെല്ലാവരും എന്നിട്ട് പാട്ടൊക്കെ പാടിയിരിക്കുകയായിരുന്നു. ലാസ്റ്റായി ഒരു ഡേ കഴിഞ്ഞു. പിന്നെ കുറച്ചൊരു ചിക്കൻ ചുടുന്നുണ്ട് അവിടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. റൂമിലെത്തി കഴിഞ്ഞപ്പോൾ ചീട്ട് കളിച്ചു, ഓരോ വിശേഷമൊക്കെ പറഞ്ഞു, കുറേ ചിരിച്ചു. അങ്ങനെ ഡേ 1 കഴിഞ്ഞു, ഹാപ്പിയായി.